നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജ്വല്ലറി കവർച്ചകൾ നടത്തുന്ന പലരും ഈ കാടിനുള്ളിലാണ് ഒളിച്ചിരിക്കുന്നതെന്നാ വാർത്ത വരുന്നത്. നീ കഥന്ന് പറഞ്ഞില്ലേ, കാട്ടിനുള്ളിൽ തലയില്ലാത്തൊരു സ്ത്രീയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ബോഡി കണ്ടത് പിള്ളേരാന്നല്ലേ പറഞ്ഞേ, ആരും വിളിക്കണോ? 2 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ പോലീസിന്റെ ഫുൾ സന്നാഹത്തോടു കൂടിയുള്ള ഫോഴ്സ് വേണം. താനാരാടോ? ഈ കാർഡിന്റെ മെമ്പറാണോ? അല്ല, പഞ്ചായത്ത് മെമ്പറാ. എന്താ കാര്യം? ആ കള്ളന്മാർ ഈ ഹോട്ടലെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വന്നതായിരിക്കും. സത്യത്തിൽ നിനക്കല്ലേ അവാർഡ് തരണ്ട്? എന്റെ മോന്റെ തീരുമാനം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. കണ്ണെഴുതി പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്കും തേച്ച് നടക്കുന്ന പോലെ അല്ല കേസ് കളിക്കലേ. എന്റെ വീട് കുറച്ച് ദൂരെയാ, അങ്ങ് ഗ്രാമത്തിൽ. അല്ലാതെ നാടും വീടും ഓർത്തിരുന്നാലേ നിങ്ങളെ പോലെ ഗതി കിട്ടാണ്ടിരിക്കേണ്ടി വരും. ഞാനൊരു സഞ്ചാരിയാണ് മോളെ. ഞങ്ങളെ കൊണ്ടുപോകാൻ പെൺമക്കളൊന്നും ഇല്ലല്ലോ. എന്റെ മിനിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മോളുടെ ഒപ്പെത്തിയിരുന്നു. ഞങ്ങൾ ബംഗാളികൾ, ബുദ്ധിയില്ല, അതുകൊണ്ട് ഭായി ഞങ്ങൾ ആത്മഹത്യ ചെയ്യാറില്ല. ഓ താൻ എന്തിനാടോ ഭയക്കണത്? ഞാനില്ലേ. ഇവരൊക്കെ ധാരണ രാമോദരൻ പഴയ ഉണ്ണാക്കൻ തന്നെയാണെന്നാ. സ്നേഹം കൊണ്ടൊന്നും ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ കാശ് വേണം. ഉണ്ടാക്കിയതേ കുറച്ച് മനുഷ്യബന്ധങ്ങളാ, അതിനൊന്നും ആരും കാശ് തരില്ലല്ലോ. ഇനി അവനെ അവളടിച്ചുകൊണ്ടുപോയതാണോ അവനെ അടിച്ചുകൊണ്ടുപോയതാണോ? എനിക്കിപ്പോഴും സംശയം. എനിക്ക് നാട് പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് കാട്. ഞാൻ ഈ പരിധിയിൽ ചാർജ് എടുത്തിട്ട് 1 മാസം തികയുന്നതേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ കൂമ്പ്രക്കാടും അതിന്റെ നിഗൂഢതയും അത്ര നിസ്സാരമല്ല. കാട് പൂക്കണ്, കാറ് ചിരിക്കണ്, കാവിലെ തിരതിരതുള്ളണ്, കാട്ടുകലശമാതാടണം, കാതുറക്കെ പാടണം.